ഹായ് അങ്ങനെ രാവിലെ തന്നെ അമ്മ എന്താ ചന്തയിൽ പോയിട്ട് വന്നു. ചന്തയെന്ന് വെച്ചാൽ ഈ കുടുംബശ്രീയിലെ ചേച്ചിമാരെല്ലാം കൂടെ ഈ നാട്ടുചന്തയെന്ന് പറഞ്ഞ് നടത്തും കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങളാണ് നല്ല ഫ്രഷ് സാധനങ്ങളാട്ടോ. ചീരയും മുള്ളാത്തിയൊക്കെ ഉണ്ടായിരുന്നു. മുള്ളാത്തി കണ്ടപ്പോഴത്തേക്ക് ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് എനിക്ക് അമ്മ ഞാൻ ആഗ്രഹിച്ചിരുന്നപ്പോൾ കൊണ്ടു തന്നൊരു സാധനം കേട്ടോ. എനിക്കത് കണ്ടപ്പോൾ എനിക്ക് ആ ഒരു സമയത്ത് കാര്യങ്ങളൊക്കെ ഓർമ്മ വരുമായിരുന്നേ. ഋതുവാണെങ്കിൽ അമ്മയുടെ വാലയെ പിടിച്ച് രാവിലെ തന്നെ നടപ്പിണ്ട് കേട്ടോ. അമ്മ അങ്ങോട്ടും ഇങ്ങോട്ടും വിടുന്നു. കണ്ടോ 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 അമ്മച്ചമ്മ കണ്ടോ? ഉമ്മ ഓ എനിക്ക് വേണ്ട ഉമ്മ എനിക്ക് വേണ്ട. ഉമ്മ ഇപ്പൊ വരാം. അവിടെ ഇരി. പെണ്ണെ കൈകൊട്ട് പെണ്ണി കുഞ്ചും വളയിട്ട് കൈകൊട്ട് പെണ്ണെ കൈകൊട്ട് പെണ്ണി കുഞ്ചും വളയിട്ട് കൈകൊട്ട് കടുമാടിക്കുട്ടനും നന്ദിനി കുട്ടിക്കും ആട്ടിനോട്ടുണ്ടായ കല്യാണം താടമേളം വേണം ചെടുക്കുമണം അശിക്കമണം ചക്കണം കൈകൊട്ട് പെണ്ണെ കൈകൊട്ട് പെണ്ണി കുഞ്ചും വളയിട്ട് കൈകൊട്ട്. ഏയ് മാങ്ങ മാങ്ങ മാങ്ങ. ഓ എന്ത് പുളിയമ്മ ഇല്ല പിന്നെ ഇവിടെ നോക്കട്ടെ. ഇങ്ങോട്ട് വാ. അമ്മച്ചമ്മയ്ക്ക് ഈ മാങ്ങയൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നേ. പക്ഷെ ഇപ്പം അങ്ങനെ കഴിക്കാറില്ല കേട്ടോ. പുളിയൊക്കെ ചെല്ലുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അങ്ങനെ കഴിക്കാറില്ല കേട്ടോ. നല്ല പുളി ഉണ്ടായിരുന്നു കേട്ടോ. അമ്മച്ചമ്മയ്ക്ക് കൊതിയാണ് അത് കഴിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഞാൻ ചെറിയൊരു പീസ് കൊടുത്തത്. പിന്നെ ഇതാ മാങ്ങയൊക്കെ തിന്നിട്ട് ഇങ്ങനെ ഇരിക്കാറ്. ഞാൻ ഒരു 1-2 പീസേ കഴിച്ചുള്ളൂ. ഭയങ്കര പുളി എന്ന് പറഞ്ഞാൽ ഭയങ്കര പുളിയായിരുന്നു. ഇത് മറ്റേ അന്ന് ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് അമ്മ കൊണ്ടു തന്നിട്ടുണ്ട് ഈ ഒരു മാങ്ങ. എന്താ പേരയ്ക്ക മാങ്ങ എന്നാണ്ടാ പറയുന്നത്. നല്ല മാംസമാണ് അതിനിട്ട്. അന്ന് പുളിയൊന്നും ഇല്ല. നല്ല ഇങ്ങനെ ചുമ്മാ നമുക്ക് പറക്കി തിന്നാൻ പറ്റും. നല്ല മധുരമായിരുന്നു. പക്ഷേ ഇതിന് ഭയങ്കര പുളിയായിരുന്നു. ആ മാങ്ങയെന്ന് പറഞ്ഞാൽ വലിയ കാര്യത്തിൽ തിന്നെയാണ്. പക്ഷെ അത് തിന്നണ്ടായിരുന്നത് പിന്നെ തോന്നി കേട്ടോ. അങ്ങനെ പിന്നെ അമ്മ തന്നെ എനിക്ക് ജ്യൂസ് കൊണ്ടു തന്നു. മാംഗോ ജ്യൂസ് കേട്ടോ. ഞാൻ എനിക്കെന്തോ കഞ്ഞിവെള്ളം എന്തോ കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കായിരുന്നു. അതുകൊണ്ട് പിന്നെ മാങ്ങ ജ്യൂസ് അടിച്ചപ്പോൾ എനിക്കിപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കൊണ്ടു തന്നു. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഋതുട്ടിന് തണ്ണിമത്തൻ ഞാൻ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ പിന്നെ അത് കട്ട് ചെയ്ത് അവൾക്ക് കൊടുത്തേ. കുറേയൊക്കെ വാരിക്കളയും. ഇത്തിരിയൊക്കെ കഴിക്കുള്ളൂ കേട്ടോ. അവൾക്ക് എടുത്ത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ കൊടുക്കുന്നതിനേക്കാളും അവൾക്ക് എടുത്ത് കഴിക്കാനായിട്ടോ. ഞാനിങ്ങനെ അതിൻ്റെ ഈ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ഭാഗം മാത്രമാണ് കട്ട് ചെയ്തിട്ട് അവൾക്ക് കൊടുത്തത് കേട്ടോ. അതുപോലെ അതിനകത്ത് നിന്ന് കുരു എല്ലാം ഫുള്ള് മാറ്റിയിട്ടായിട്ടോ അവളുടെ കയ്യിൽ കൊടുത്തേക്കുന്നത്. അവൾ അതെടുത്ത് കഴിക്കുമ്പോഴത്തേക്ക് കുരു പോയി കഴിഞ്ഞാൽ നമ്മൾ അറിയത്തില്ലല്ലോ. അതുകൊണ്ട് പിന്നെ ഈ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇത് നല്ലതായിട്ടോ ഈ ചൂട് സമയത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഫുഡ് പോയ്സൺ അടിച്ചിപ്പം കുറേ പേർക്ക് പ്രശ്നങ്ങൾ ഉണ്ടായി ന്യൂസൊക്കെ വരുന്നുണ്ട്. നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം പുറത്ത് വെക്കാതിരിക്കാൻ നോക്കുക. ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക കേട്ടോ. പിന്നെ നമ്മൾ കഴിക്കുന്നതിന് തൊട്ട് മുന്നങ്ങാണം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോൾ കുറച്ച് മുന്നേ എടുത്ത് വെച്ച് ഒരു തണുപ്പ് മാറിയിട്ട് കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ അതൊക്കെ കുറച്ചേ കഴിച്ചു. കുറേയൊക്കെ ഋതു നമുക്ക് വാരി തരാനൊക്കെ തുടങ്ങി കേട്ടോ. എനിക്ക് ആദ്യമായിട്ടാണ് ഋതു അവൾ കഴിക്കുന്നതിൽ നിന്ന് എടുത്ത് തരുന്നത്. നേരത്തെയൊക്കെ നമ്മൾ അതിൽ നിന്നങ്ങനെ എടുക്കുകയാണെങ്കിൽ കറിക്ക് പോയി ബഹളം വെക്കും. പക്ഷെ ഇപ്പോൾ അവരുടെ മൈൻഡ് മാറിയിട്ടുണ്ട്. ഇപ്പം നമുക്ക് അവൾ കഴിക്കുന്ന സമയത്ത് തന്നെ ഇപ്പോൾ ഫുഡ് വായിന്നെടുത്തായാലും നമുക്ക് തരും കേട്ടോ. അങ്ങനത്തെ ഞാനും ലാവിഷായിട്ടൊക്കെ ഫുഡ് കഴിച്ചു. ഇതിൻ്റെ ഇടയ്ക്ക് ഋതുവിന് അമ്മ ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫേവറേറ്റ് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മീൻതല ഉൾപ്പെടെ. അങ്ങനെ അത് കൂട്ടിയെ കഴിച്ചു. അച്ഛനിപ്പോ ഞാൻ ഉറപ്പിച്ചിരിക്കുകയായിരുന്നു. കണ്ട് ഞങ്ങള് അച്ഛനാണ്ടേന്ന്. അങ്ങനെ കുഞ്ഞൻ വൈകുന്നേരം ആയപ്പോഴത്തേക്കും വന്നിട്ടുണ്ടായിരുന്നേ. നാളെ വരുമെന്നായിരുന്നു എന്നോട് പറഞ്ഞത്. പക്ഷേ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഞാൻ വരുവാടി എന്ന് പറഞ്ഞ് ഇങ്ങ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ആദ്യം കുറച്ച് ജാടയൊക്കെ ഇട്ടിരുന്നെങ്കിലും പിന്നെ കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് ഋതു അങ്ങ് പോയി. പിന്നെ കയ്യിൽ നിന്ന് ഇറങ്ങുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഇതാ മമ്മി പപ്സൊക്കെ വാങ്ങിച്ചുകൊണ്ട് തന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഓരോന്നൊക്കെ കഴിച്ചു. എന്നിട്ട് ഷാലു ആണെങ്കിൽ വീഡിയോ കോളിലുണ്ട്. അവളുമായിട്ട് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പോയിട്ട് വരാവേ കേട്ടോ. ഞാൻ പോയിട്ട് വരാമോ? എടുക്കാൻ വന്നതുപോലെയാ.
നീ എവിടെ വേണമെങ്കിലും പൊക്കോ, ഞാൻ എന്താ വേണം എന്നുള്ളൊരു മനോഭാവത്തിലാണ് ഇപ്പോൾ ഋതു ഇരിക്കുന്നത്. ഋതുവിന് അമ്മച്ചമ്മ ഉണ്ടെങ്കിൽ ആരെയും വേണ്ട, ഞങ്ങളെ ആരെയും വേണ്ട കേട്ടോ. അവൾക്ക് അമ്മച്ചമ്മ മാത്രം മതി, പാൽ കുടിക്കാൻ വേണ്ടി മാത്രമാണ് അവൾ എൻ്റെ അടുത്ത് വരുന്നത്. അങ്ങനെ ഞങ്ങൾ എവിടെ പോകുമെന്ന് പറയില്ലല്ലോ, ഞങ്ങളിതാ പുറത്തോട്ടൊന്ന് ഇറങ്ങിയതാണ്. കടയിൽ വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫോൺ ചെറുതായിട്ടൊന്ന് മാറണം എന്നിങ്ങനെ കരുതി ഇരിക്കുകയായിരുന്നു. ഇതാ ഈ ഒരു സാധനം ഞാൻ ഇത് ഇറങ്ങിയപ്പം തൊട്ടേ സ്വപ്നം കണ്ട ഒരു ഫോണായിരുന്നു കേട്ടോ, ഇത് മേടിക്കണമെന്ന്. പക്ഷേ ഇത് മേടിക്കാൻ എനിക്ക് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല എന്ന് വേണമെങ്കിൽ സത്യം. ഇതങ്ങനെ ഞങ്ങൾ അവിടെ പോയി 1-2 ഫോണൊക്കെ നോക്കി. എനിക്ക് അതിനകത്തൊരെണ്ണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളത് നോക്കാം, എൻ്റെ കയ്യിരിക്കുന്ന ഫോൺ കൊടുത്തിട്ട് നോക്കാം എന്ന് പറഞ്ഞ് അത് എടുക്കാനുള്ള പുറപ്പാടിലായപ്പോൾ അവർ പറഞ്ഞത് സ്റ്റോക്കില്ല, സ്റ്റോക്ക് 2-3 ദിവസം കഴിഞ്ഞേ വരുള്ളൂ, വേണമെങ്കിൽ നമുക്ക് ബുക്ക് ചെയ്തിട്ട് പോകാമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഇനിയിപ്പോൾ നാളെ അങ്ങ് വീട്ടിൽ പോകുന്നിട്ട് പിന്നെ ഞങ്ങൾ ഇനി 5 വരണമല്ലോ. അതുകൊണ്ട് ഞങ്ങൾ ശരി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നപ്പോഴത്തേക്ക് ഋതു ഫുഡൊക്കെ കഴിച്ച് സെറ്റായിട്ട് ഇരിക്കുകയാണ്. ഞാൻ വിചാരിച്ചു അമ്മേനെ എന്നെ ഇടയ്ക്കെങ്കിലും വിളിക്കുമായിരിക്കുമെന്ന്. കരയുന്നുണ്ട്, പെട്ടെന്ന് വാന്ന് പറഞ്ഞു. ഒരു കരച്ചിലും ഇല്ലായിരുന്നു. എന്തുവാണ് ഇതൊക്കെ? വരുന്നില്ലേ അമ്മ അടുത്ത്? പാല് വേണ്ടേ? പാല് വെള്ളം വേണ്ടേ? മുഖത്ത് അഴുക്കിരിക്കുന്നു. പാല് കുടിക്കാൻ പാല് കുടിക്കണ്ടേ? ഞാൻ അവന് ബഹും തീർക്കണേ. പോവാൻ പറ, ഓടിക്കാണോ പറ. ഓടിക്കാം, ഓടിക്കാം. അങ്ങനെ ആക്കി നമ്മള് ഒന്ന് അങ്ങനെ ആക്കും. എനിക്ക് ഫുഡ് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ പിന്നെ ഞങ്ങളിത് എല്ലാവരും കൂടെ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഞാൻ പോയി സുഖമായിട്ട് കിടന്ന് ഉറങ്ങണം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ.